റിലേഷൻഷിപ്പുകൾ സക്സസ് ആവാനുള്ള വൺ ഓഫ് ദി കീ എന്താണെന്നറിയോ? റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ നമ്മൾ റിസോൾവ് ചെയ്യുന്ന രീതിയാണ്. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം രണ്ട് ഇൻഡിവിജ്വലുകളാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവാം, ചേരാത്ത കാര്യങ്ങളുണ്ടാവാം, അപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഏത് രീതിയിലാണ് എഫേർട്ട് എടുക്കുന്നത്, എത്രയൊക്കെയാണ് എഫേർട്ട് എടുക്കുന്നത്, എപ്പോഴൊക്കെയാണ് എഫേർട്ട് എടുക്കുന്നത്, ആരാണ് ആദ്യം എഫേർട്ട് എടുക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ആ പ്രശ്നം ഏത് രീതിയിലാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാനുള്ള ഒരു കീ എന്ന് പറയുന്നത്. എപ്പോഴും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യില്ല. പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, രണ്ടുപേരും എങ്ങനെയാണ് അത് പറഞ്ഞ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള രീതി ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ടിനെ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ്, അക്കൗണ്ടബിൾ ആവുമ്പോഴാണ് പരസ്പരം ഒരു വിശ്വാസം, ഒരു ലോയലിറ്റി, ഒരു ഉത്തരവാദിത്വമൊക്കെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്യുക. നിങ്ങളത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇത് ഓക്കെ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുമ്പോൾ തന്നെയാണ് റിലേഷൻഷിപ്പിൽ അതൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ റിസോൾവ് ചെയ്യുന്ന രീതി തെറ്റാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും, റിലേഷൻഷിപ്പ് തകരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്.